തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം മൂർധന്യത്തിൽ. പരസ്യ പ്രചരണത്തിന് ഇനി 2 ദിവസം മാത്രം. സ്ഥാനാർത്ഥികൾ നെഞ്ചിടിപ്പിൽ. നമ്മുടെ നാട്ടിൽ ഇനിയും വലിയ മാറ്റങ്ങൾക്കും ക്ഷേമത്തിനും പുരോഗതിക്കും ഇടതുപക്ഷം മാത്രമാണ് പ്രതീക്ഷ. രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമല സ്വർണ്ണക്കവർച്ച തുടങ്ങിയ വിഷയങ്ങൾ കത്തി നിൽക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിന് ഇനി 3 ദിവസങ്ങൾ മാത്രം. പരസ്യപ്രചാരണം തീരാൻ ഇനി 2 ദിനം കൂടി. കിട്ടുന്ന മണിക്കൂറുകൾ എങ്ങനെയും തങ്ങളുടെ പെട്ടിയിലേക്ക് മാറ്റാനുള്ള തിടുക്കത്തിലും ഓട്ടത്തിലുമാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും കക്ഷികളും. രാഷ്ട്രീയ വിഷയങ്ങൾ കത്തി നിൽക്കുമ്പോഴും പ്രധാനം നാടിന്റെ വികസനം തന്നെയാണ് വോട്ടർമാരുടെ മനസ്സിൽ. തങ്ങളുടെ പഞ്ചായത്തിൽ വാർഡിൽ എന്തു കിട്ടി എന്തു കിട്ടും എന്നൊക്കെ തന്നെയാണ് വോട്ടർമാർ അന്വേഷിക്കുന്നത്. അതിന് യോജിച്ചയാളെ തിരഞ്ഞെടുക്കുമെന്ന് അവർ പറയുന്നു. രാഷ്ട്രീയം അധികം പറയാതെ വികസനവും പ്രശ്നങ്ങളുമാണ് അതുകൊണ്ടുതന്നെ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാം മനസ്സിലുറപ്പിച്ചു കഴിഞ്ഞ മട്ടിലാണ് വോട്ടർമാരുടെ പ്രതികരണങ്ങളും. രാപ്പകലില്ലാതെ ഓടുമ്പോഴും ചെറിയൊരു പിഴവ് പ്രചാരണത്തിലുണ്ടായാൽ കൈവിട്ടുപോകുമെന്ന കാര്യം സ്ഥാനാർത്ഥികൾ മറക്കുന്നില്ല. തന്ത്രങ്ങൾ മെനയാനും എതിരാളികളെ നിഷ്പ്രഭരാക്കാനുമാണ് അവരുടെ ശ്രമം. 3 മുന്നണികൾക്ക് പുറമെ സ്വതന്ത്രരും പ്രമുഖ പാർട്ടികളുടെ വിമതരും കളം നിറയ്ക്കുന്നു. പല പഞ്ചായത്തുകളിലും കുടിവെള്ളം പോലുള്ള പ്രശ്നങ്ങളാണ് പലരും ഉന്നയിക്കുന്നത്. റോഡ് തകർച്ചയും നെല്ല് സംഭരണത്തിലെ അപര്യാപ്തതകളും ജനം ചൂണ്ടിക്കാട്ടുന്നു. യുവാക്കളുടെയും കന്നി വോട്ടർമാരുടെയും മനസ്സിൽ രാഷ്ട്രീയമേയില്ല, വികസനം മാത്രമാണുള്ളത്. അവരിലേക്ക് ഡിജിറ്റൽ പ്രചാരണവും തകൃതിയായി നടക്കുന്നു. UTV ന്യൂസ്, പാലക്കാട്.